എന്നാൽ ശരി മഹി, ഇനി ഞാൻ നിന്നെ കാണാൻ വരില്ല. നീ പറഞ്ഞതാണോ അതോ ഞാൻ പറയുന്നതാണോ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മഹി, ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞ് ഞാൻ നിന്നെ തേടി വരും. ആ ദിവസം നീ ഓർമ്മയിൽ വെച്ചോ. അന്ന് നീ എൻ്റേത് മാത്രമാകും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. അതും പറഞ്ഞ് അഭി അവിടെ നിന്നും പോയി. അവൻ പോകുന്നത് ഞാൻ നോക്കി നിന്നു. നീ പൊയ്ക്കോ അഭി, നീ ഇനി ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് സമ്മതിച്ചത്. ഹലോ, താൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണോ? അല്ല, വീട്ടിൽ പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ ദേ നിൽക്കുന്നു എന്നെ നേരത്തെ മറിച്ചിട്ടവൻ. പിന്നെ ഒന്നും നോക്കിയില്ല. അയാളോട് നല്ല 2 വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് കരുതി അയാൾക്കരികിലേക്ക് നടന്നു. ഇല്ല, ഞാൻ പോകുന്നില്ല. ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. എന്താ, അതുകൊണ്ട് തനിക്കതിൽ പ്രശ്നമുണ്ടോ? അത് പിന്നെ ഞാൻ അങ്ങനെയല്ലടോ, വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാ. താൻ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? എടോ, ഞാൻ നേരത്തെ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാ ഞാൻ തന്നോട് അങ്ങനെ പെരുമാറിയത്. അല്ലാതെ വേറൊന്നും കരുതിയിട്ടില്ല. തനിക്കത് വിഷമമായെങ്കിൽ സോറി. അയാൾ പറഞ്ഞത് കേട്ട് വേറെയൊന്നും പറയാതെ ഞാൻ അവിടുന്ന് പോയി. പോകുന്ന വഴിയിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. കൂടുതലും അഭിയെക്കുറിച്ചായിരുന്നു. അഭിയുടെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല. കാരണം അവനിപ്പോൾ എന്നോട് തോന്നുന്നത് കുറച്ചുനാൾ കാണാതിരുന്നാൽ ഇല്ലാതാവുന്നതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് കാരണം അവനിങ്ങനെ പലരോടും തോന്നിയിട്ടുള്ളതും അതൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞതും. മഹിതേ, നീ ഇത് എന്താലോചിച്ച് നടക്കുവാ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ രേവതിയാണ്. രേവതി എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഞങ്ങൾ +2 വരെയും ഒരുമിച്ചാണ് പഠിച്ചതും. പിന്നീട് അവളുടെ അച്ഛൻ ജോലിക്കായി ചെന്നൈയിലേക്ക് പോയപ്പോൾ അവളും പോയി. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. ഓടി ഓടി മടുത്തു. നിനക്കെന്താ, ചെവി കൊട്ടൂടെ? അത് പിന്നെ രേവു, ഞാൻ എന്തോ ആലോചിച്ച് നടന്നതുകൊണ്ട്. അതെനിക്കും മനസ്സിലായി. നീ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു എന്ന്. ആരെപ്പറ്റിയായിരുന്നു സ്വപ്നം കണ്ടത്? ഒരു കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചതാ. അല്ലാതെ പിന്നെ നിന്നെ എനിക്കറിയത്തില്ലേ? ഞാൻ ഇത്രയും വിളിച്ചിട്ട് നീ കേൾക്കാതെ നടക്കണമെങ്കിൽ അത് വീട്ടുകാര്യമല്ലെന്ന് എനിക്കറിയാം. നീ എന്നോട് അങ്ങനെയൊന്നും മറയ്ക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ ഇതും മറയ്ക്കേണ്ട കാര്യമില്ല. അത് രേവു, ഞാൻ നിന്നോട് അതെങ്ങനെയാ പറയടി? ശരി, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ വന്ന കാര്യം പറയാം. മഹി, എൻ്റെ കല്യാണമാണ് അടുത്ത മാസം 25-ന്. നീയും അമ്മയും വരണം. അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനത് വാങ്ങി വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നടന്നു. മഹി, ഇനി എന്നാ നിന്റെ കല്യാണം? ഈ അടുത്തെങ്ങാനും ഉണ്ടാവോ? രേവതിയുടെ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരവില്ലായിരുന്നു. രേവു, ഞാൻ ചെല്ലട്ടെ. ഒരുപാട് നേരമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞ് ഞാൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. കാരണം എനിക്കതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാനില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. അറിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. നോക്കിയപ്പോൾ കടമുതലാളിയാണ്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മഹിത, താൻ നാളെ കടയിലേക്ക് വരണ്ട. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ വരാൻ ഒരാഴ്ചയെങ്കിലും ആവും. അതിൽ കൂടുതലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് താൻ ഇനി വന്നാൽ മതി. ഞാൻ എന്തെങ്കിലും ചോദിക്കും മുന്നേ ഫോൺ കട്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നും മനസ്സിലായതുമില്ല. എന്തായാലും കുറച്ചു ദിവസം വീട്ടിലിരിക്കാമല്ലോ എന്ന് കരുതി. മഹിത മോളെ, മോളൂട്ടിയേ, അകത്തുണ്ടോ നീ? കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തോളൂ. വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ഉസ്മാനിക്കയാണെന്ന്. വേഗം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. മോളെ, ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. മോളോട് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് ശരിയായിട്ടുണ്ട്. മോൾക്ക് വേറെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയാലോ? മോൾക്ക് നാളത്തേക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? അത് വേണ്ട ഇക്ക, ഒരാഴ്ചത്തേക്ക് കട മുടക്കമാണ്. അതുകൊണ്ട് നമുക്ക് നാളെ പോവാം. ഉസ്മാനിക്ക വന്നാൽ മതി.
ശരി മോളെ, എന്നാൽ നാളെ ഞാൻ വരാം. മോള് റെഡിയായി നിന്നാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സുഭദ്രാമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വന്നായിരുന്നു എന്ന്. അതും പറഞ്ഞ് ഉസ്മാനിക്ക പോയി. അമ്മയോട് ചെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കൂടി അവിടെ നിന്നാൽ ചിലപ്പോൾ അമ്മ അഭിയെപ്പറ്റി പറയാൻ തുടങ്ങും. രാവിലെ റെഡിയായി ഉസ്മാനിക്കയുടെ കൂടെ പോയി. നമ്മളിപ്പോൾ പോകുന്നത് അഡ്വക്കേറ്റ് പ്രതാപ് മേനോൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കാൻ ഒരാളെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഒരപകടത്തിൽ തളർന്നു കിടക്കുവാണ് സാറിൻ്റെ ഭാര്യ. അവരെ നോക്കാൻ ആളെ വേണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മോളെ ഓർത്തത്. പോകും വഴിയിൽ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഉസ്മാനിക്ക എന്നോട് പറഞ്ഞു. വക്കീൽ സാറേ, ഇതാ ഞാൻ പറഞ്ഞ ആള്. സാറിൻ്റെ ഭാര്യയെ നോക്കാൻ. ആ ഉസ്മാൻ, മനസ്സിലായി. താൻ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എനിക്കിതൊരു തലവേദനയാകരുത്. എനിക്കറിയാം സർ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇവളെ കൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഓക്കെ, അത് മതി. നോക്കിയും കണ്ടാ നിന്നാ നിനക്ക് കൊള്ളാം. വെറുതെ എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത്. എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു. നീ എന്നാൽ നാളെ മുതൽ ഇവിടെ കയറിക്കോളൂ. ആ ഉസ്മാൻ, നീ ഇവളെ ഒന്ന് വസുന്ധരയെ കാണിച്ചു കൊടുക്കുക. അതും പറഞ്ഞ് പ്രതാപ് സാർ അകത്തേക്ക് പോയി. ആളൊരു ചൂടനാണല്ലേ ഉസ്മാനിക്ക? ഞാനത് പറഞ്ഞപ്പോൾ ഉസ്മാനിക്കൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിലെന്തോ ഒളിച്ചു കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ വസുന്ധരാമ്മേ, ഇത് വസുന്ധരാമ്മയെ നോക്കാൻ വന്ന കുട്ടിയാ. അതും പറഞ്ഞ് ഉസ്മാനിക്ക എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മോളെന്താ മാറി നിൽക്കുന്നേ? അങ്ങ് അടുത്തു വാ. ആ അമ്മ വിളിച്ചതും ഞാൻ പതിയെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. എൻ്റെ മുഖത്തും തലയിലുമൊക്കെ ആ അമ്മ തലോടി. പിന്നെ എന്നോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. മോള് നാളെ വരും വസുന്ധരാമ്മേ. ബാക്കിയൊക്കെ ഇനി നാളെ സംസാരിക്കാമല്ലോ. മോള് നാളെ മുതൽ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്ന അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കട മുതലാളിയെ വിളിച്ചു. ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് അഭിയെ വിളിച്ചു. പക്ഷേ അവൻ്റെ നമ്പർ നിലവില്ലെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഞാനുമായി ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതിരിക്കാനാവും. നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ കിടന്നു. ഇന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ഏറ്റെടുത്ത ജോലി ഒരു കുറവും കൂടാതെ ചെയ്യാൻ വേണ്ടി ദേവിയോട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. വീട്ടിൽ തിരിച്ചെത്തി റെഡിയായി അമ്മയുടെ അനുഗ്രഹവും വാങ്ങി വീട്ടിൽ നിന്നിറങ്ങി. വീടിൻ്റെ ഉമ്മർത്ത് തന്നെ പ്രതാപ് സാർ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ല ഗൗരവത്തിലായിരുന്നു സർ. ഇയാൾക്കെന്ന് തോന്നി ചിരിച്ചാൽ. ആ പിന്നെ ഇന്ന് വസുന്ധരയ്ക്ക് ചെക്കപ്പുള്ള ദിവസമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വരും. വസുന്ധരയുടെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചോണം. ശരി, പൊക്കോളൂ. മറുത്തൊന്നും പറയാൻ സമ്മതിക്കാതെ പ്രതാപ് സാർ എഴുന്നേറ്റ് പോയി. ഇയാളെന്താ വല്ല റേഡിയോയാണോ? അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. തനി കാട്ടുപോത്ത് തന്നെ. ഇതെന്ത് സ്വഭാവമാണ്? ഞാൻ അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. ആ, മോള് വന്നോ? ഞാൻ മോള് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. എത്ര നേരമായെന്നറിയോ? ആണോ വസുന്ധരാമ്മേ? അതും പറഞ്ഞ് ആ കവിളത്ത് ഒരു മുത്തം കൊടുത്തു. പിന്നെ വേഗം തന്നെ എല്ലാ ജോലികളും തീർത്ത് വസുന്ധരാമ്മയെ കുളിപ്പിച്ചു. പിന്നെ ഒന്നുകൂടി ചുറ്റിനും നോക്കി എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നു. സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഒരു ചാർട്ട് റെഡിയാക്കി. മിസ്റ്റർ പ്രതാപ്, വസുന്ധരയ്ക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. മുമ്പത്തെ അതേ കണ്ടീഷൻ തന്നെയാണ്. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതെന്താ ഡോക്ടർ? ഞാൻ അങ്ങനെ പറയാൻ കാരണം, നേരത്തെ ഞാൻ വരുന്നതിൽ വസുന്ധരയ്ക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു. എന്നാൽ വസുന്ധരയുടെ ഇന്നത്തെ പെരുമാറ്റം എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എന്തോ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ഇതുവരെ ഞാൻ വസുന്ധരയെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ ഈ മാറ്റത്തിൻ്റെ കാരണം? എനിക്കും അറിയില്ല ഡോക്ടർ. അവൾ ഇന്നലെ മുതൽ നല്ല സന്തോഷത്തിലാണ്. എന്തായാലും ഈ മാറ്റം നല്ലതിനാണ്. അത് ട്രീറ്റ്മെൻറ്റിന് ഗുണം ചെയ്യും. ഞാൻ ആ കുട്ടിക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഡോക്ടർ പോയതിനു ശേഷം സാർ വസുന്ധരാമ്മയുടെ മുറിയിലേക്ക് വന്നു. മുഖത്തെ ഗൗരവത്തിന് അല്പം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സംസാരിച്ചതിന് ശേഷം സാറ് പുറത്തേക്ക് പോയി. ശരി, എന്നാൽ ഞാൻ പോയിക്കോട്ടെ, നാളെ വരാം. അത് പറഞ്ഞപ്പോൾ വസുന്ധരാമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു.
അയ്യേ, എന്തിനാ കരയുന്നേ? ഞാൻ നാളെ വരില്ലേ? നേരത്തെ വരാട്ടോ. അതും പറഞ്ഞ് അവൾ അവരുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ മോളെ, നീ എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതി, വസുന്ധരാമ്മേന്ന് വിളിക്കണ്ട. അമ്മേന്ന് മാത്രം മതി കേട്ടോ പറഞ്ഞത്. മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ പ്രതാപൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ മാറ്റത്തിൻ്റെ കാരണം അപ്പോൾ സാറിന് മനസ്സിലായി. സർ, വസുന്ധരാമയ്ക്ക് രാത്രി കഴിക്കാനുള്ള മരുന്ന് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് കൊടുത്താൽ മതി. ഞാൻ നാളെ രാവിലെ വരാം. ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞ് സാറ് മുറിയിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. കൂടെ അപ്പവും ഉണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള മരുന്ന് കൊടുത്ത് ഞാൻ മുറിയിലേക്ക് പോയി. ഇപ്പം 2 മാസത്തോളമായി ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട്. അമ്മയ്ക്ക് മുമ്പത്തെ പോലെയല്ല, നല്ല മാറ്റമുണ്ട്. പതിയെ പിടിച്ചു നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് പ്രതാപ് സാറിന് എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റമുണ്ടായി. അദ്ദേഹത്തിനും എന്നെ ഇപ്പോൾ ഇഷ്ടമാണ്. അച്ഛൻ വിളിക്കാറുള്ള പോലെ മഹിമോളെ എന്നാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത്. പ്രതാപ് സാറിന് ഒരു മോനും ഒരു മോളും ഉണ്ട്. മകൻ ആരവ് മനു പ്രതാപ് ഡോക്ടറാണ്. ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ സ്ഥലത്തില്ല. മകൾ അർച്ചന ബാംഗ്ലൂരിലാണ്. ഞാൻ വല്ലാതെ ആ കുടുംബവുമായി ഒത്തിരി അങ്ങടുത്തു. പതിവ് പോലെ തന്നെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്കരികിലേക്ക് പോയി ഓരോ വിശേഷങ്ങൾ പറഞ്ഞു. പക്ഷെ അമ്മയുടെ മുഖം വളരെ ഗൗരവത്തിലായിരുന്നു. കാരണം തിരക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഞാനത് അപ്പോൾ തന്നെ വിട്ടു. എന്നാൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അമ്മയുടെ പെരുമാറ്റം അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് എന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ. നേരത്തെ അമ്മ വീട്ടിലെ ഒരു കാര്യങ്ങളും ഇടപെടാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാത്തിലും കൈ കടത്തും. ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. എന്നെ മോളെ എന്ന് മാത്രം വിളിച്ചിരുന്ന അമ്മയുടെ നാവിൽ നിന്നും ഞാൻ കേൾക്കാത്ത പേരുകൾ വരെ വിളിക്കാൻ തുടങ്ങി. അമ്മയുടെ ഈ പെരുമാറ്റം എന്നെ വല്ലാത്ത വിഷമത്തിലാഴ്ത്തി. പിന്നെ എന്നും വസുന്ധരാമ്മയുടെ അടുത്തെത്താനായിരുന്നു എനിക്കിഷ്ടം.